നിങ്ങൾ ആരെങ്കിലും കാന്താരി കല്ലുമ്മക്കായ അരിക്കെടുക്ക കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഈ അടുത്താണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അരിക്കെടുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ കല്ലുമ്മക്കായ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് നന്നായിട്ട് രണ്ട് സൈഡും ചുരണ്ടി അതിൻ്റെ മുകളിലുള്ള അഴുക്ക് മൊത്തം ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് കത്തി കൊണ്ട് ഈ കല്ലുമ്മക്കായ ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറുപ്പും അഴുക്കൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. നന്നായിട്ട് ഒരു വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് അതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് പോക്കിയെടുക്കണം. സ്ട്രെയിനറിൽ വെച്ച് വെള്ളം മൊത്തം സ്ട്രെയിൻ ചെയ്തെടുത്താലും മതി. കല്ലുമ്മക്കായ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പത്തിരിപ്പൊടിയിൽ ആ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊടിയിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് തേങ്ങയും കൂടി ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. പത്തിരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അധികം ലൂസായി പോകാൻ പാടില്ല. അപ്പം നല്ല ഈ ഒരു പരുവത്തിൽ കട്ടിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വാർത്ത് വെച്ച കല്ലുമ്മക്കായ എടുത്തിട്ട് അതിലേക്ക് ഈ മാവ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കല്ലുമ്മക്കായുടെ ആ തോടിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. എല്ലാ കല്ലുമ്മക്കായും നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ട് നിറച്ച് വെച്ച കല്ലുമ്മക്കായ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം ഇഡ്ഡലി ചെമ്പ് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. കല്ലുമ്മക്കായൊക്കെ ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് കായയുടെ തോടൊന്ന് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കുക. ചൂടോടുകൂടി ഇതിൻ്റെ തോട് കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറച്ചിയോടുകൂടി കിട്ടില്ല നമുക്ക്. അപ്പോൾ ചൂട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഇതേപോലെ പതുക്കെ നമുക്ക് കല്ലുമ്മക്കായ റിമൂവ് ചെയ്തെടുക്കുക. കാന്താരി കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇനി അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കാന്താരിയും കൂടി മിക്സ് ചെയ്തതാണ് ഇട്ടേക്കുന്നത്. കൂടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളെ കല്ലുമ്മക്കായ ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. കൂട്ടിലേക്ക് നല്ലോണം പിടിക്കുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കല്ലുമ്മക്കായ ഓരോന്നായി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഗ്രീൻ കളർ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതിൽ ഓരോന്നിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്ന മസാലയില്ലേ, അതേപോലെ ചെയ്തെടുത്താലും മതി. നമ്മൾ പൊതുവേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കഴിച്ചപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാവുകയെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അതേ ടേസ്റ്റിൽ കടയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി കുറച്ച് സ്പൈസിയാണ്. അപ്പം നല്ല സ്പൈസിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ കാന്താരി കല്ലുമ്മക്കായ അരിക്കെടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.